ഒരു 4 ദിക്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ 4 ദിക്റുകൾ, ഇതിൽ ആയത്തുകളുണ്ട്, സൂറത്തുകളുണ്ട്, ദിക്റുണ്ട്, ഇസ്മുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഇത് പറഞ്ഞിട്ട് സുജൂദിൽ കിടന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന ദുആയും കൂടെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ആവശ്യം, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ച വിഷയം, ഇനി ഒരിക്കലും നടക്കൂല എന്ന് നിങ്ങൾ വിധി എഴുതിയ വിഷയം ആയിക്കൊള്ളട്ടെ, ഇൻഷാ അള്ളാഹ് ഒന്ന് പറഞ്ഞിട്ട് റബ്ബേ എൻ്റെ ഇന്ന ആവശ്യം നീ ഒന്ന് നടപ്പാക്കി തരണേ അള്ളാഹ് എന്ന് ദുആ ഇരുന്നാൽ ഉറപ്പായും ആ ആവശ്യത്തെ അള്ളാഹു നടപ്പാക്കി തരും, പൂർത്തീകരിച്ചു തരും. ഉറപ്പായും നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു അമൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ബുദ്ദൂഹൻ എന്ന ഒരു ഇസ്മ കേട്ടിട്ടുണ്ട്. ബുദ്ദൂഹ്, അള്ളാഹുവിന് ഒരുപാട് ഇസ്മുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു നാമമായി പഠിപ്പിക്കപ്പെട്ടാണ് ബുദ്ദൂഹ് എന്ന്. ഞാനും ആദ്യമായി കേട്ടതാണ്. അപ്പോൾ അതിൻ്റെ അമലുകളൊക്കെ നോക്കിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടതായി കാണാം. ബുദ്ദൂഹ് എന്നതുമായി ബന്ധപ്പെട്ട് ബദ്ദഹ എന്നെങ്കിൽ ബദഹ എന്ന പദത്തിൽ നിന്നൊക്കെ പിടിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിച്ചു. അപ്പം ഈ ബുദ്ദൂഹ് എന്ന ഇസ്മ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുമെന്ന് മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം. എന്താണ് അതിൻ്റെ മഹത്വങ്ങളെന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ഈ പറയുന്ന കേൾക്കുന്ന എല്ലാ അമലുകളെയും അള്ളാഹു കബൂലാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, ഉപ്പമാർ, എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, അള്ളാഹു നിങ്ങൾക്കൊക്കെ വലിയ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും എനിക്ക് നിങ്ങൾക്കൊക്കെ നൽകട്ടെ. അല്ലേ, പല ആളുകളും വിളിച്ചിട്ട് പല വിഷമങ്ങളും പറയാറുണ്ട്, പല സങ്കടങ്ങളും പറയാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഒരുപാട് ഉമ്മമാർ വിളിച്ചിട്ട് പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ സന്തോഷം അറിയിച്ചവരുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്തു കൊടുത്ത കുറേ ഫലം കിട്ടിയ ആളുകൾ, അതായത് ചെയ്തു കൊടുത്ത അമലുകൾക്ക് ഫലം കിട്ടിയ ആളുകളൊക്കെ വിളിച്ച് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അപ്പം ഭർത്താവ് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് പ്രശ്നപരിഹാരം തേടിയിരുന്ന ഒരു ഉമ്മ, അവർ വളരെ സങ്കടത്തിലാണെന്ന് പറഞ്ഞിട്ട് ചിലവിന് പോലും കൊടുക്കുന്നില്ല, ഭർത്താവ് വിളിക്കുന്നില്ല, ഒരു സ്നേഹവും കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു അവരോട്, എന്തായി നിങ്ങൾ അന്ന് ഒരു പരിഹാരം ചോദിച്ചിട്ട് എന്നും അതിൻ്റെ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഉസ്താദേ ഞാൻ പറയാൻ വിട്ടുപോയതൊന്നുമല്ല, ഈ ഭർത്താവ് എന്നോട് പിന്നീട് അതിന് ശേഷം ഉസ്താദ് എനിക്ക് അമല് ചെയ്തു തന്നതിന് ശേഷം നിങ്ങൾ ഓതാൻ പറഞ്ഞ് ഞാൻ കൃത്യമായിട്ട് ഓതി. അൽഹംദുലില്ലാ ഇപ്പോൾ എന്നോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത്. എന്നെ എപ്പോഴും വിളിക്കുകയും എന്നോട് സംസാരിക്കുക, എനിക്ക് എന്താ വേണ്ടതെന്ന് ആവശ്യമുള്ളതൊക്കെ ചോദിച്ച് മേടിച്ച് കൊണ്ട് തരികയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കാമെന്ന് എപ്പോഴും വിളിച്ചിങ്ങനെ പറയുമ്പോൾ എന്തിനാണെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് എഴുതിയിട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, അൽഹംദുലില്ലാ. അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. കാരണം ഈ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു അമല് ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഫലം കിട്ടിയെന്ന് അറിയുമ്പോൾ അത് കേൾക്കുന്ന വലിയൊരു റാഹത്താണ്. അതായത് നമ്മളൊരു സബബായല്ലോ, ഒരാൾക്കൊരു സന്തോഷം കിട്ടാൻ നമ്മളൊരു കാരണമായല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ വലിയ റാഹത്താണ്. അൽഹംദുലില്ലാ, അള്ളാഹു ഇനിയും ഇതുപോലെ ഒരുപാട് സന്തോഷം കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അല്ലേ, പല ആളുകളും വിളിച്ചിട്ട് സങ്കടങ്ങൾ അറിയിച്ചവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. മനസ്സിൽ വല്ലാത്തൊരു മുറാദുണ്ടാവും, അതായത് എന്തെങ്കിലും ഒരു കാര്യം, ഇന്ന ആവശ്യം എനിക്ക് ഞാൻ എത്ര നോക്കിയിട്ട് നടക്കണില്ല. ചില ആളുകൾ വസ്തു വിൽക്കാൻ വെച്ചിട്ട് വിൽക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ വീട് വിൽപ്പന നോക്കിയിട്ട് അത് നടക്കാത്ത ആളുകളുണ്ട്, കല്യാണം നോക്കിയിട്ട് ശരിയാകാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വീട് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് കിട്ടാത്ത ആളുകളുണ്ട്, ജോലി കിട്ടാത്ത ആളുകളുണ്ട്, ഇല്ലേ, കടത്തിൽ നിന്ന് രക്ഷപ്പെടാത്ത ആളുകൾ, പല ആഗ്രഹങ്ങൾ. അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അല്ലേ, കടക്കണിയിൽ കിടക്കുന്ന ആളുടെ ആഗ്രഹം എന്താ, എൻ്റെ ഈ കട എത്രയും പെട്ടെന്ന് തീരണമെന്നാണ്, ഇതിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടണമെന്നാണ്. വീടില്ലാത്ത ആളുടെ ആഗ്രഹം എനിക്കൊരു വീട് കിട്ടണമെന്നാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ, വ്യത്യസ്തങ്ങളായ മോഹങ്ങളാണ്. അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇനി ഒരിക്കലും നടക്കൂല എന്ന് വിധി എഴുതിയ വിഷയമാണെങ്കിൽ പോലും, ഓക്കെ, എത്ര വലിയ വിഷയമാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഈ അമലൊന്ന് ചെയ്യാം. അള്ളാഹു വലിയവനാണ്, റബ്ബ് വലിയവനാണ്. ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ പേരും അവന്റെ ആയത്തുകളൊക്കെയാണ് ഈ പറയുന്നത്. അള്ളാഹ് വലിയവൻ. ഇൻഷാ അല്ലാഹ് ആ നീയത്ത് വെച്ചുകൊണ്ട്, അള്ളാഹുവേ എനിക്ക് നീ നടത്തി തരണേ അള്ളാഹ്, എൻ്റെ കാര്യങ്ങൾ നീ റാഹത്താക്കി തരണേ അള്ളാഹ്, എൻ്റെ ആവശ്യം നീ പൂർത്തീകരിച്ച് നൽകണേ അള്ളാഹ് എന്നല്ല നീയത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, ഞാൻ ഈ പറയുന്ന രൂപത്തിൽ, ഞാൻ ഈ പറയുന്ന എണ്ണം അനുസരിച്ച് ഈ പറയുന്ന ദിക്റുകളൊന്ന് ചൊല്ലി ഇതുപോലും ദുആ ഇരുന്നാൽ ഇൻഷാ അല്ലാഹ് കാര്യം റാഹത്തായി കിട്ടും. അള്ളാഹു നടപ്പാക്കി തരട്ടെ. പക്ഷെ അത് ഇത് ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിക്കണം, സുന്നത്തായ നിസ്കാരം കേട്ടോ. സൊല്ലി യൗമൽ ജുമുഅത്തി ബഅദ സ്വലാത്തി സുബ്ഹി റക്അത്തൈ സ്വലാത്തുൽ ഹാജ. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച, ഇപ്പോൾ ഇന്ന് ബുധൻ, നാളെ വ്യാഴം, മറ്റന്നാൾ വെള്ളി, ആ വെള്ളിയാഴ്ച തന്നെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങൾ എപ്പോഴാണ് ഇത് കേൾക്കുന്നതെന്ന് അറിയാം. ഇനി വെള്ളിയാഴ്ചയ്ക്ക് ശേഷമാണ് കേൾക്കുന്നതെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച തിരഞ്ഞെടുത്താൽ മതി. പക്ഷെ അതൊന്ന് സേവ് ആക്കി വെച്ചോ ഈ നമ്മുടെ വീഡിയോ. സൊല്ലി യൗമൽ ജുമുഅത്തി ബഅദ സ്വലാത്തി സുബ്ഹി റക്അത്തൈ സ്വലാത്തുൽ ഹാജത്തി. എപ്പോഴാ? ജുമുഅ നിസ്കാരം, ജുമുഅ സമയത്ത്, ജുമുഅയുടെ ദിവസം, ജുമുഅ സമയത്തല്ല, ജുമുഅ ദിവസം, ബഅദ സ്വലാത്തി സുബ്ഹി, ജുമുഅയുടെ സ്വലാത്ത് സുബ്ഹിയുടെ ശേഷം, അതായത് വെള്ളിയാഴ്ച
സുബഹി നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കാവുള്ളൂ. സൂര്യൻ ഉദിച്ചതിന് ശേഷം സ്വലാത്തുൽ ഹാജത്ത് റക്അത്തൈ സ്വലാത്തുൽ ഹാജത്ത് 2 റക്അത്ത് സ്വലാത്തുൽ ഹാജത്ത് നിസ്കരിക്കാം. 2 റക്അത്ത് ഹാജത്തിന്റെ നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് നിസ്കരിക്കാം. എന്നിട്ടോ നിസ്കാരത്തിന് ശേഷം സുമ്മ ഇഖ്റ ആയത്തുൽ കുർസി 11 മറത്തൻ, ആയത്തുൽ കുർസി ഇത് നിസ്കരിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ആയത്തുൽ കുർസി 11 തവണ ഓതുക. 11 തവണ ആയത്തുൽ കുർസി. ഇത് എണ്ണം നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക, എഴുതി വെക്കുന്നെങ്കിൽ എഴുതി വെക്കുക, ഇൻഷാ അല്ലാഹ് മറന്നു പോകാതിരിക്കാം. ആയത്തുൽ കുർസി 11 തവണ. ഇതിന് ശേഷം വഇദാ ജാഅ നസ്റുല്ലാഹി 11 മറ. ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന സൂറത്തുണ്ട്, ചെറിയ സൂറത്ത് 3 ആയത്തുള്ള. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. സൂറത്തുൽ നസ്ർ ഇദാ ജാ നസ്റുല്ലാഹ് എന്നത് 11 മറത്തൻ. എത്ര തവണ? 11 തവണ. ആയത്തുൽ കുർസി 11, ഇദാ ജാ നസ്റുല്ലാഹ് 11. ഇനി അതിനുശേഷം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ 2 ആയത്തുകൾ ഫാത്തിഹയിൽ 2 ആയത്താണ്. ഇത് മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ 2 ആയത്തുകൾ 11 മറത്തൻ 11 തവണ ഓതണം. മനസ്സിലായില്ലേ? മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ 11 തവണ ഈ 2 ആയത്തോടെ ചേർത്തിട്ട് ഓതാം. ഇതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു ബുദ്ദൂഹ എന്നൊരു ഇസ്മിനെ പറ്റി പറഞ്ഞു അല്ലേ. നമ്മൾ അധികം കേൾക്കാത്തൊരു ഇസ്മാണ് ബുദ്ദൂഹ എന്ന ഇസ്മ. സുമ്മ ഖുൽ, അവൻ പറയണം യാ ബുദ്ദൂഹ, ബുദ്ദൂഹ എന്ന ഇസ്മ യാ ബുദ്ദൂഹ എന്ന് അൽഫ മറത്തിന്. എത്ര തവണ പറയാം? 1000 തവണ. 1000 തവണ. ഈ ബുദ്ദൂഹ എന്ന ഇസ്മ ചൊല്ലാൻ വലിയ സമയമൊന്നുമില്ല ഇല്ലേ, ഇസ്മാണ് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും അല്ലേ. 1000 തവണ ശേഷം ഈ പറഞ്ഞതിന് ശേഷം ഈ ആയത്തുൽ കുർസി 11, ഇദാ ജാ നസ്റുല്ലാഹ് 11, ഇയ്യാക മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് 11, ശേഷം യാ ബുദ്ദൂഹ എന്നത് 1000 തവണ ചൊല്ലി തീർത്തു. അതിനുശേഷം എന്ത് ചെയ്യണം? സുമ്മസ്ജുദ്, അതിനുശേഷം ഒന്ന് സുജൂദ് ചെയ്യണം. റബ്ബിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യുന്നത് കേട്ടോ. സുജൂദ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ സുജൂദിൽ കിടന്നുകൊണ്ട് വഖുൽ, അവൻ പറയണം. ഞാൻ ഈ പറയുന്ന ദുആ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെച്ചോളി ഇൻഷാ അല്ലാഹ്, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളി. ഇലാഹി ലഇൻ അദ്ദബ്തനി അൽഫ ഹുജ്ജ ഫഹബ്ലു റജാഇ മിൻക ലാ യതഖത്തഉ. ഒന്നുകൂടെ. ഇലാഹി ലഇൻ അദ്ദബ്തനി അൽഫ ഹുജ്ജ ഫഹബ്ലു റജാഇ മിൻക ലാ യതഖത്തഉ. എന്താണ് പറയുന്നത്? അല്ലാഹുവേ, നീ എന്നെ 1000 തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നീ എന്നെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാലും ശരി, നീ എന്നെ 1000 എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യാം, അത് 1000 ആ തെളിവുകൾ നിരത്തിയിട്ട് നീ എന്ത് ചെയ്യാം, എന്നെ ശിക്ഷിക്കുകയാണ് എന്നുദ്ദേശിച്ചാലും ശരി, അങ്ങനെ ചെയ്താലും ശരി. ഫഹബ്ലു റജാഇ മിൻക, എൻ്റെ പ്രതീക്ഷ, നീ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും, നീ എന്നെ കൈപിടിക്കും എന്ന ആ പ്രതീക്ഷ ഉണ്ടല്ലോ, ആ പ്രതീക്ഷയിലായത്തൊക്കെ ഒരിക്കലും മുറിഞ്ഞു പോകില്ല. എന്നെ നീ എത്ര ശിക്ഷിച്ചാലും ശരി, എൻ്റെ കാര്യം നീ ഏറ്റെടുക്കും എന്നതിൽ എൻ്റെ ആ പ്രതീക്ഷയുണ്ടല്ലോ, എൻ്റെ ആഗ്രഹം, ആ ഒരു കരുതൽ എനിക്കൊരിക്കലും മുറിഞ്ഞു പോകില്ല, നീ എൻ്റെ കാര്യം ഏറ്റെടുക്കും. ഇങ്ങനെ ഒരു അടിമ ഒരു ഉടമയോട് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ഉടമ കേൾക്കാതിരിക്കുക അല്ലേ? അള്ളാഹുവിനോട് അടിമയാവുന്ന നമ്മൾ റബ്ബിനോട് പറയാം, അല്ലാ എൻ്റെ കാര്യം നീ ഏറ്റെടുക്കുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷ, ഇനി എന്നെ ചവിട്ടിക്കൊന്നാലും ശരി. ചില ആളുകളുണ്ടല്ലോ, നിങ്ങളെന്നെ തല്ലിക്കൊന്നെന്ന് പറഞ്ഞാലും ശരി, ഞാൻ നിങ്ങളെ വിട്ട് പോകൂല എന്നൊരാൾ പറഞ്ഞു. അയാളോട് ഈ കേൾക്കുന്ന ആൾക്കൊരു സ്നേഹം ഉണ്ടാവൂലേ? അതെങ്കിലേ നമ്മളിപ്പോൾ ഒരാളെ അടിച്ചു ഓടിക്കാൻ ശ്രമിക്കുക, അതാ പറയുന്നത്, നിങ്ങളെന്നെ നീ ചവിട്ടിക്കൊന്നു എന്ന് പറഞ്ഞാലും ശരി, തല്ലിക്കൊന്നു എന്ന് പറഞ്ഞാലും ശരി, എന്ത് ചെയ്യൂല, ഞാൻ നിങ്ങളെ വിട്ട് പോകൂല എന്ന് പറഞ്ഞാൽ അയാൾക്ക് നമ്മളോട് സ്നേഹം വർദ്ധിക്കുകയുള്ളൂ. ഇതാണ് ഈ ഒരു അടിമ പറയുന്നത്, അള്ളാഹുവേ, നീ 1000 തെളിവുകൾ നിരത്തിയിട്ട് എന്നെ നീ എന്ത് ചെയ്യാ, ശിക്ഷിക്കാൻ നോക്കുകയാണ്, എന്നാലും ശരി, എൻ്റെ പ്രതീക്ഷ ഉണ്ടല്ലോ, നീ എന്നെ കൈപിടിക്കും എന്നുള്ള പ്രതീക്ഷ ലായത്തക്കഥ, അതൊരിക്കലും മുറിഞ്ഞു പോകൂല. ഈ ഒരു ദുആഇനെ, ഈ ഒരു ദിക്റിനെ 40 മറത്തിന് ആ സുജൂദിൽ കിടന്നുകൊണ്ട് 40 തവണ ചൊല്ലിക്കഴിഞ്ഞിട്ട് സുമ്മ ത്വലുബ് ഹാജതക്, എന്താണോ നിന്റെ ആവശ്യം ആ ആവശ്യം കൊണ്ട് ചോദിച്ചു. എന്താണ് ആവശ്യം ചോദിച്ചോ, അത് ഉറപ്പായും നടന്നു കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ മഹാന്മാരുടെ പേരിലൊക്കെ ഒരു ഫാത്തിഹ ഓതിയിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. കാരണം അവരുടെ ഒരു ബറക്കത്തും അവരുടെ ഒരു പൊരുത്തമൊക്കെ കിട്ടാൻ കാരണമായി തീരും. ഈ ഒരു രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ, പറഞ്ഞത് അള്ളാഹു സ്വീകരിക്കട്ടെ. ചെയ്തു നോക്കൂലേ? ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ മനസ്സിൽ കരുതലുള്ള ആളുകളൊക്കെ ഇപ്രകാരം ചെയ്തു നോക്കുക. അള്ളാഹു ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവർ, നമ്മോട് ദുആ വസിയത്ത് ചെയ്തവർ, പ്രശ്ന പരിഹാരങ്ങൾ തേടിയവർ, അള്ളാഹു എല്ലാവരുടെയും കാര്യങ്ങൾ റാഹത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെയൊക്കെ ഏറ്റെടുക്കണേ അള്ളാഹ്, വിഷമങ്ങൾ തീർത്തു തരണേ അള്ളാഹ്, സങ്കടങ്ങൾ നീക്കി തരണേ അള്ളാഹ്, മനസ്സിലെ മുറാദുകളെ നീ ഹാസിലാക്കി തരണേ അള്ളാഹ്. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരൊക്കെ എത്തിച്ചു കൊടുക്കൂലേ? അള്ളാഹു കബൂലാക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തവർ ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കിട്ടാനത് കാരണമായി തീരും. ഇതുപോലെ പ്രയോജനമുള്ള വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിൽ വരുള്ളൂ ഇൻഷാ അല്ലാഹ്. അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞതൊന്നും പൊട്ടിയൊന്നും പൊടിഞ്ഞൊന്നും നമ്മൾ എടുത്തിടാറില്ല.
അതുപോലെ നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു ഉണർവ് കിട്ടുന്ന സംഗതികൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.